നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹായ്, സംസാരം കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു പുതിയ ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് വ്യത്യസ്ത രീതിയിലുള്ള സ്പെഷ്യൽ ആയിട്ടൊരു ബീഫ് ഫ്രൈ ആണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിനുള്ള കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ലെസ്ലി, ഞാൻ ലവ്ലി. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബീഫ് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, നമ്മൾ ഉപ്പും ചേർത്ത് ഇനി നമുക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി. നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ അത് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ബീഫ് 4-5 വിസിലടിച്ചാൽ മതിയായിരിക്കും. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേണം. നമുക്ക് ചിലപ്പം ചില ബീഫിനൊക്കെ വേവ് കൂടുതലുണ്ടാവും. അപ്പോൾ 5-6 ഒക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ കത്തിച്ച് വേവിച്ചെടുക്കാം. അഞ്ച് വിസിലടിച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. നമ്മളിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി മസാല തയ്യാറാക്കി എടുക്കാം. നമുക്കതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി എടുത്തിടാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/4 ടേബിൾ സ്പൂൺ അരിപ്പൊടി. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന മസാല ചേർക്കുമ്പോൾ നമ്മൾ അരിപ്പൊടിയും കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ രണ്ടും നമ്മൾ എന്തായാലും ചേർത്ത് കൊടുക്കണം. അത് കൊടുത്താലേ ഈ ബീഫ് ഫ്രൈക്ക് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അത് ഒഴിവാക്കരുത്, മിസ് ചെയ്യാൻ പാടില്ല. ഏറ്റവും ടേസ്റ്റ് കിട്ടുന്ന ആ 2 കൂട്ടമാണ് ഈ ബീഫ് ഫ്രൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം നമ്മളത് ഇടാൻ വേണ്ടി വിട്ടുപോകരുത്. ഒരു 1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും. ഇനി നമുക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ. ഇനി വറ്റൽമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക്. അത് പൊടിഞ്ഞു പോകണ്ട, ചതച്ചെടുത്താൽ മതി. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പോലെ തന്നെ അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പെരിഞ്ജീരകപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി മതി. അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി, അതിലകത്ത് വെള്ളമുണ്ട്, ആ വെള്ളം ചേർത്താണ് നമ്മളിത് കുഴമ്പ് രൂപത്തിൽ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പൊടികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വേവിച്ച ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. മിക്സ് നന്നായിട്ട് നമ്മളത് കുഴച്ചെടുത്തിട്ടുണ്ട്. മസാലക്കൂട്ടിലാണ് നമ്മൾ ബീഫ് ഫ്രൈയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫിൻ്റെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മിക്സിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം വേറെ മറ്റുള്ള വെള്ളങ്ങളൊന്നും നമ്മൾ ചേർക്കേണ്ട. ഈ ബീഫ് വെന്ത വെള്ളം മാത്രം നമ്മൾ ചേർത്ത് ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അന്നേരമാണ് അതിൻ്റെ എല്ലാ സത്ത് അതിനകത്ത് നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല കുഴമ്പ് രൂപത്തിലായിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമുക്കിനി സമയമുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒക്കെ വെക്കാം. എങ്കിൽ 1/2 മണിക്കൂറെങ്കിലും നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് പിടിച്ച് ആ ചേരുവകളെല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റ് ആവുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ അത് എണ്ണയൊഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ച 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് പാനിൽ എണ്ണയൊഴിച്ച് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ അതിലെ എണ്ണയിലേക്ക് നമുക്ക് ആ ബീഫ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കരുത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും ഒരു 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് കറുപ്പ് കളറാവുന്നതോടെ വരെ നന്നായിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം.
നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്ന് നല്ല കറുത്ത് നല്ല എണ്ണയെല്ലാം നന്നായിട്ട് വറ്റി നല്ല ഫ്രൈ ആയിട്ട് വേണം നമ്മൾ അതെടുക്കാൻ. നല്ലൊരു ടേസ്റ്റാണ്. ഇടയ്ക്ക് ഒരു കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ഫ്രൈ ആണ്. നമുക്ക് ആർക്ക് വേണേലും കഴിക്കാം. അപ്പം നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമുക്കൊരു ബൗളിലേക്ക് അത് കോരിയെടുക്കാം. ബീഫ് നന്നായിട്ട് ഇവിടെ ബീഫ് ഫ്രൈ ആയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുറച്ച് ചെറിയുള്ളി ചതച്ചതും ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിന് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച വെളിച്ചെണ്ണ തന്നെ അത് തന്നെ മതി നമുക്ക് ഈ വഴറ്റിയെടുക്കാൻ വേണ്ടി. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അല്പം വെളുത്തുള്ളി, ഒരു 5-6 ചോള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് ചെറിയൊരു ചുമപ്പാകുന്ന വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 5-10 വെളുത്തുള്ളിയുണ്ട്. വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതയ്ക്കൊന്നും വേണ്ട, നമുക്ക് അതേപടി ഇട്ട് കൊടുത്താൽ മതി. അതൊരു ചെറിയ ചുമന്ന കളറാവണം. അതിനുശേഷം മാത്രമേ നമ്മൾ ചെറിയുള്ളി ചതച്ച്, ഞാൻ ആദ്യം ചെറിയുള്ളി ചതച്ചത് കാണിച്ചിട്ടില്ലായിരുന്നു, ചെറിയുള്ളി അതേപടിയാണ് കാണിച്ചപ്പോൾ നമുക്കതൊന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സിയിലോ അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യ രീതി കാണിച്ചതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അതും കൂടെ ഈ വെളുത്തുള്ളി ചെറിയൊരു ചുമന്ന രീതി ആകുന്നിടം വരെ വഴറ്റിയ ശേഷം ആ ചെറിയുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 30 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ബീഫിന്. അതും ഒരു ചുമന്ന കളറാവുന്നതോടെ നമുക്ക് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ഉള്ളിയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ടീസ്പൂൺ, കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് എരിവ് ഉണ്ടാകുന്നൊന്നും നമുക്ക് തോന്നും. ചിലപ്പോൾ ഈ മുളകെല്ലാം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തുകൊണ്ട് ഒരുപാട് എരിവ് ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ ഇല്ല, ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും നമുക്ക് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വറ്റൽമുളക് ചതച്ച് വെച്ചതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊരു ചെറിയ ചുമന്ന കളറാകുന്നിടം വരെ നമുക്ക് നന്നായി വഴറ്റിയ ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ബീഫ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി നന്നായി ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ബീഫും കൂടെ നമുക്ക് അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കറുത്ത് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കഴിക്കാൻ നേരത്തെ ഒരല്പം നാരങ്ങ നീരൊക്കെ ഒന്ന് ഇതിൽ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കിയാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് അത് പറയാം, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളത് കഴിച്ച ശേഷം ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ഫ്രൈ ആണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. Bye.